അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനുവേണ്ടി ദുആ ചെയ്യുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, കുറേ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കുക എന്ന ആശയത്തോടെയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ഈ ചാനലിലൂടെ, ഈ മജ്ലിസിലൂടെ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു വെറൈറ്റി വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവമുള്ള, ഏറ്റവും കൂടുതൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അനുഭവമുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുക. വേഗം കരയുന്ന ചില കണ്ണുകളുണ്ട്, ചില സഹോദരിമാരുണ്ട്, ചില ഉമ്മമാരുണ്ട്. വേഗം കരച്ചിൽ വരും. ആ കരച്ചിൽ വരുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാകുന്ന 5 സ്വഭാവ ഗുണങ്ങൾ. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് കണ്ണെന്നുള്ളത്. ഈ കണ്ണ് ചുറ്റുവട്ടം ചില ആളുകളുടെ ഒരു കാരണവും ഇല്ല, ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കണ്ണിന്റെ 4 ഭാഗം ഇങ്ങനെ കറുത്ത് കിടക്കാണ്, കറുത്തു വരുന്നു. എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. എന്താണ് അതിന്റെ കാരണം? കണ്ണുകൊണ്ട് സ്വർഗം കാണാൻ വേണ്ടി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ പ്രാർത്ഥന എന്താണ് തുടങ്ങിയുള്ള 3 തരം കണ്ണുകൾ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാമെന്ന് പറഞ്ഞ ഒരു പിടി അറിവുകളുടെ ഒരു കൂട്ടമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം കണ്ണുനീരെന്നുള്ളത്, കരയുക എന്നുള്ളതൊരു വികാരം. നമ്മുടെ സങ്കടം വന്നാലും കരയും, സന്തോഷം വന്നാലും കരയും. അത് സ്വാഭാവികമായി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേഗം കരച്ചിൽ വരും. എന്തെങ്കിലും ഒരു ഉറക്കെ അവരൊന്ന് പേര് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അവരോടൊന്ന് കയർത്ത് സംസാരിച്ചാൽ മതി, അപ്പോഴേ കരയും. അപ്പൊ നമ്മൾ അവരോട് പറയും, അല്ലെങ്കിൽ അവരെ നമ്മൾ കളിയാക്കും, അല്ലെ, ദുർബലരാണ്, മനസ്സിന് കട്ടിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ അഭിനയമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തു പറഞ്ഞാലും കരഞ്ഞോണം, കരഞ്ഞു ജയിച്ചോണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അവരെ കളിയാക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഹദീസുകളുടെ വെളിച്ചത്തിൽ, നിബിതങ്ങളുടെ ചില കൗലുകളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അതിന് നമുക്ക് 5 കാര്യങ്ങളായി നമുക്ക് തരംതിരിക്കാൻ കഴിയും. ഈ 5 സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവർ കരയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വേഗം കരയുന്നവരെ നിങ്ങൾ ആര് കുറ്റപ്പെടുത്തിയാലും, നിങ്ങളെ ആര് പരിഹസിച്ചാലും നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്തെന്നറിയോ? കേട്ടോളി, ഈ 5 സ്വഭാവം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത് എന്ന് ആത്മശാന്തിക്ക് സമാധാനപ്പെടാം. കേട്ടോളി, ഒന്നാമത്തത് ഉയർന്ന വൈകാരിക ബുദ്ധിയുള്ളവരാണ്. ഉയർന്ന വൈകാരിക ബുദ്ധിയാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും വേഗം തിരിച്ചറിയാൻ കഴിയും. മറ്റുള്ളവരെ വേഗം തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരാളുടെ സങ്കടം ഇങ്ങനെ കേട്ടാൽ മതി, നമ്മളിങ്ങനെ അറിയാതെ കരയും. ഒരാളെ വിഷമം നമ്മുടെ മനസ്സിലിങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടാൽ നമ്മളിങ്ങനെ അറിയാതെ കരയും. ഒരാളുടെ വേദന നമ്മളോട് പറയാം, നൊമ്പരങ്ങൾ നമ്മളോട് പറയാം, നമ്മുടെ കൂട്ടുകാരിയായിരിക്കും, എടി എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ അറിയാതെ കരഞ്ഞുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ഉയർന്നമായ വൈകാരിക ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് നിങ്ങൾ. ഇത് കേൾക്കുമ്പോൾ പലരും കമന്റിലൂടെ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ കമന്റിലൂടെ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെയാണല്ലോ അല്ലേ. നിങ്ങൾ കമന്റ് ചെയ്യും, നിങ്ങൾ അങ്ങനെ ഉള്ളവരാണെന്ന് കമന്റ് ചെയ്ത് നോക്കി. മറ്റുള്ളവരുടെ വികാരങ്ങൾ, സങ്കടങ്ങളും സന്തോഷങ്ങളും വേഗം തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അവരെ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തത്, മനസ്സിൽ സങ്കടം ഒളിപ്പിച്ചു വെക്കാൻ അറിയില്ല. അവരുടെ മനസ്സിലൊരു സങ്കടം വന്നാൽ കരഞ്ഞങ്ങ് തീർക്കും. അതോടെ തീരും. അവർക്ക് ഡിപ്രഷൻ ഇല്ല, ടെൻഷൻ ഇല്ല, അല്ലേ. മനസ്സെപ്പോഴും ശാന്തമായിരിക്കും, അവർക്ക് ഡിപ്രഷൻ കുറവായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ഉടനടി കരയും. അത് പിന്നെ ഉള്ളിൽ കൊണ്ട് നടന്നിങ്ങനെ പെരുമാറലൊന്നുമില്ല. അവരുടനെ സങ്കടം വന്നോ അത് അപ്പം തന്നെ കരഞ്ഞങ്ങ് തീർക്കും. അത് ആര് കാണട്ടെ കാണാതിരിക്കട്ടെ, മറ്റൊരു വിഷയം. പക്ഷെ അവർക്ക് സങ്കടം വന്നാൽ അവർ കരഞ്ഞു തീർക്കും. അത് നല്ല മനസ്സിന്റെ ഉടമസ്ഥർക്ക് കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. മൂന്നാമത്തത്, യഥാർത്ഥ വ്യക്തിത്വമുള്ളവരാണ് വേഗം കരയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും കപടതയില്ല, ഉള്ളില് കപടതയില്ല എന്ന് പറഞ്ഞാൽ തന്റെ വികാരങ്ങൾ മറച്ചു വെക്കാൻ അറിയില്ല. ഉള്ളിലൊന്നും പുറമെ ഇരുമുഖം ഉള്ളവരാണ് നമ്മളിൽ പലരും. പല മനുഷ്യരും ഇരുമുഖമുള്ളവരാണ്. ചിരിച്ചു കാണിക്കും, മാറുമ്പോൾ നമ്മളെ കുറിച്ച് കുറ്റം പറയും. പക്ഷെ വേഗം കരയുന്ന ആളുകൾക്ക് ഇരുമുഖമില്ല. അവർക്ക് മനസ്സിലൊന്നും വെക്കാൻ അറിയില്ല, ഉള്ളിലൊന്നും പുറമേയൊന്നും ഇല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അപ്പം ദേഷ്യം വന്നാൽ പറഞ്ഞു തീർക്കും, അല്ലെങ്കിൽ അപ്പം കരഞ്ഞു തീർക്കും. പിന്നെ അവരെന്ത് ചെയ്യുക? ഉള്ളിലൊന്നും കൊണ്ടു നടക്കില്ല. ഇരുമുഖമുള്ള ആളുകളായി ഈ വേഗം കരയുന്ന ആളുകളെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിലൊന്നുമില്ല, കപടതയില്ല, കള്ളമില്ല. അതുകൊണ്ട് തന്നെ അവരെ നന്നായി വിശ്വസിക്കാൻ കഴിയും. അവരോട് വിശ്വസിച്ച കാര്യങ്ങൾ
പറയാൻ പറ്റും. അവരൊക്കെ നമുക്ക് കൂട്ടുകാരായി തിരഞ്ഞെടുക്കാൻ കഴിയും, കൂട്ടുകാരികളായി തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതുപോലെ നാലാമത്തത് പറഞ്ഞ് ഹൃദയ ശുദ്ധിയുള്ളവരാണ്. വേഗം കരയുന്നവരുടെ ഹൃദയം ശുദ്ധമാണ്. കാരണം എന്തേ? കഠിന ഹൃദയങ്ങൾക്ക് വേഗം കരയാനൊന്നും പറ്റൂല, വേഗം കരയാൻ പറ്റൂല. നിബിധങ്ങൾ പറഞ്ഞ് അള്ളാനെ ഓർത്ത് കരയുക, അല്ലെങ്കിൽ കണ്ണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 കണ്ണുകൾ നാളെ പടച്ചവന്റെ പരലോകത്തും ഈ ലോകത്തും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കണ്ണുകൾ. ഏതാണ് ആ കണ്ണുകൾ? ഒന്ന്, അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ. അത് ഇബാദത്ത് ചെയ്യാനാകാം, അല്ലെങ്കിൽ മക്കള് പ്രസവിച്ച് കിടക്കുന്ന സഹോദരിമാർ, ആ മക്കള് കരയുമല്ലോ രാത്രി, ആ മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിയൽ, അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടച്ചവന്റെ നീയത്തിലാണെങ്കിൽ ഉമ്മ നിനക്ക് പ്രതിഫലമുണ്ട്. ഭർത്താവ് രോഗിയാണ്, മക്കള് രോഗിയാണ്, ഉമ്മ ഉറങ്ങാതെ ഉണർന്നിരുന്നാൽ ആ കാവലിരിക്കുന്നതിന് അള്ളാന്റെ അടുക്കൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു യുദ്ധം, ശത്രുക്കൾ വരുന്നു, അതിന് കാവലിരുന്നു, അള്ളാന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. രണ്ടാമത്തത് അള്ളാനെ ഓർത്ത് കരയുന്ന കണ്ണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം. അള്ളാനെ ഓർത്ത് കരയാൻ കഴിയുക എന്നുള്ള വലിയ നേട്ടാണ്. വെറുതെ സിനിമയും സീരിയലിലും എന്തെങ്കിലും കണ്ട് കരഞ്ഞാൽ പോരാ. അള്ളാനെ ഓർത്ത് കരയുക, അള്ളാനെ ഭയപ്പെട്ട് കരയുക, ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കരയാൻ കഴിയുക, അത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നേട്ടമാണ്. മൂന്നാമത്തത് ഹറാമുകളെ തൊട്ട് അടച്ചു പിടിച്ച കണ്ണുകൾ. ഈ 3 കണ്ണുകൾ നമുക്കുണ്ട് എങ്കിൽ ഉറപ്പാണ് നമുക്ക് അള്ളാഹു ഈ ലോകത്തും പരലോകത്തും വിജയം തരും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേഗം കരയുന്ന ആളുകളുടെ 4ാമത്തെ അടയാളം വേഗം കരച്ചിൽ വരിക എന്ന പറഞ്ഞ 3 അടയാളങ്ങൾ പെട്ടതാണ്. അള്ളാനെ ഓർത്ത് കരയുക, ഹൃദയശുദ്ധി ഉള്ളത് കൊണ്ടാണ്. അവിടെ ഹൃദയം കഠിനമല്ല, അതുകൊണ്ട് വേഗം കരച്ചിൽ വരിക. എന്ത് കാര്യത്തിന് കരച്ചിൽ വരിക? അത് നരകമോചന, കണ്ണുനീർ. അത് ദുനിയാവിന് വേണ്ടിയല്ല, പടച്ചവനെ ഓർത്ത് വേഗം കരയുക എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഓർത്തൊന്ന് കരയുക എന്നുള്ളത് നരകത്തിന്റെ തീയെ കെടുത്തിക്കളയാൻ കഴിയും. 5ാമത്തത് മഹാരഥം രേഖപ്പെടുത്തി വെക്കുന്നു, വേഗം ക്ഷമിക്കാൻ കഴിയുന്നവരാണ് വേഗം കരയുന്നവർ. വേഗം ക്ഷമിക്കാൻ കഴിയും. കരച്ചിലൂടെ അങ്ങ് തീരും. പിന്നെ അവരോട് നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് പുറത്തു കൊടുത്ത് അവരോട് പഴയതിനേക്കാൾ നല്ല സ്നേഹത്തിൽ പെരുമാറാൻ കഴിയും. ഉമ്മമാരെ, അങ്ങനെയുള്ളവരെ നമ്മൾ തള്ളി നിർത്തലല്ല, അകറ്റി നിർത്തലല്ല, ചേർത്ത് പിടിക്കാൻ നോക്കണം. അവരുടെ മനസ്സിൽ ഒന്നുമില്ലാന്നേ, നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളെ സിമ്പതിക്ക് വേണ്ടിയോ നിങ്ങളിൽ നിന്ന് നേടിയെടുക്കാനോ കള്ളക്കരച്ചിലൊന്നും അല്ല. അങ്ങനെ ഉള്ളവരുണ്ട്. അധികം ആളുകൾ ഇങ്ങനെ എപ്പോഴും കരച്ചിൽ വരിക, അങ്ങനെ അപ്പോഴും അഭിനയിച്ചൊന്നും കരയാൻ കഴിയില്ല. ഇങ്ങനെ കരച്ചിൽ വരുന്ന ആളുകൾ അവർ നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റും ഇങ്ങനെ കറുപ്പ് വരിക. ഒന്ന്, ഉറക്കക്കുറവ് കൊണ്ട് എന്ത് ചെയ്യും? കണ്ണിന് കറുപ്പ് വരാം. 2, ഉറക്ക കൂടുതൽ കൊണ്ട് കറുപ്പ് വരാം. ഇത് ഉറക്കമൊക്കെ ക്ലിയർ ആണ്, പക്ഷേ എന്തോ ചില അസുഖങ്ങളൊന്നുമില്ല, ഉറക്കം കറക്റ്റാണ്, പക്ഷെ കണ്ണിന് ചുറ്റും കറുത്ത പാട് വരുന്നു എങ്കിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അത് കണ്ണേറ് ബാധിച്ചതിന്റെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാ കറുപ്പും സിഹർ ബാധിച്ചു, കണ്ണേർ ബാധിച്ചു എന്ന് എഴുതി വെക്കരുത്. അതാണ് എടുത്തു പറഞ്ഞത്. ഉറക്ക കൂടുതൽ കൊണ്ടും ഉറക്ക കുറവ് കൊണ്ടും നീ കണ്ണിന് ഈ 4 സൈഡും ഇങ്ങനെ കറുക്കും. അതല്ല, ഉറക്കമൊക്കെ ക്ലിയർ ആണ്, എന്നിട്ടും ചില സമയങ്ങളിൽ കണ്ണിങ്ങനെ നമ്മൾ ഈ കണ്ണിന്റെ കൺപോളകൾ ഇങ്ങനെ കറുത്ത് കണ്ണിന്റെ 4 ഇങ്ങനെ ഭാഗമൊക്കെ കറുക്കുന്നുവെങ്കിൽ അത് സിഹറു, കണ്ണേർ ഏറ്റതിന്റെ അടയാളമാണെന്ന് പണ്ഡിതന്മാർ. അതോടൊപ്പം തന്നെ ഈ ചില ആളുകളുടെ കണ്ണിന്റെ കൃഷ്ണമണി എന്നല്ലേ പറയാ, ഈ കറുത്ത സാധനം, അത് നല്ല നീല കളറായിരിക്കും അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഈ പൂച്ചക്കണ്ണെന്ന് പറഞ്ഞാൽ ഒരു മോശമായി കണ്ടിരുന്ന, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, ഒരു മോശമായി കണ്ടിരുന്ന, ബുദ്ധിമുട്ടായി കണ്ടിരുന്ന, അതൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുന്ന ചില ആളുകളെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പണ്ടൊക്കെ നമ്മൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൂച്ചക്കണ്ണ് എന്നൊക്കെ അവർ കളിയാക്കും. അതൊക്കെ ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തലമുറ അതൊക്കെ മാറി. ആ കണ്ണിന്റെ കറുത്ത കൃഷ്ണമണിയെ പൂച്ചക്കണ്ണെന്ന് പറയില്ലേ, ആ പൂച്ചക്കണ്ണാക്കാൻ വേണ്ടി ലെൻസുകൾ ഉപയോഗിക്കുന്ന, നീല കൃഷ്ണമണിയാക്കാൻ വേണ്ടി ലെൻസുകൾ ഉപയോഗിക്കുന്ന തലമുറയുടെ കാലമാണ്. ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കണ്ണിന്റെ കൃഷ്ണമണി നീല കളറുള്ളവരാണെങ്കിൽ അവരുടെ സ്വഭാവം ചീത്തയാണ്, അവരുടെ സ്വഭാവം മോശത്തരമാണ്. പുറമേ നീ എത്ര നല്ലവരാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ മോശപ്പെട്ടവരാണെന്ന് മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അനുഭവത്തിലൂടെ പറയാം. കാരണം മഹാനവറുകൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു നാട്ടിലേക്ക്, ഷ്യാമിലേക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷ്യാമിലേക്ക് പോവാൻ. അങ്ങനെ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി വീടില്ല. ഒരു സ്ഥലത്തേക്ക് ഇൽമിന് വേണ്ടി തേടി പോവാൻ. അങ്ങനെ ഇൽമിലേക്ക് പോകുമ്പോൾ താമസിക്കാൻ വേണ്ടി ഇടമില്ല. അപ്പോൾ ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹത്തെ നോക്കുമ്പോൾ നെറ്റി വിശാലമായ, കണ്ണിന്റെ കൃഷ്ണമണി നീല കളറാണ്. അപ്പൊ മഹാനുഭവൻ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഫറാസത്തിന്റെ ഇൽമിലൂടെ പഠിച്ചു വെച്ചിരിക്കുന്നത്, കണ്ണിന്റെ കൃഷ്ണമണി നീല കളറുള്ള ആളുകൾ മോശ സ്വഭാവമുള്ളവരാണ്. എന്നാൽ ഷാഫി ഇമാം വേറെ ആരെയും കാണാത്തതിന്റെ പേരിൽ ഓനോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഇന്ന് രാത്രി താമസിക്കാൻ സൗകര്യം ചെയ്തു തരണം. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, സന്തോഷം, എന്റെ വീട്ടിലേക്ക് അതിഥിയായി വന്നാലും. ഷാഫി മാമൻ അത്ഭുതപ്പെട്ടു പോയി. ഷാഫി മനസ്സ് ചിന്തിച്ചു, ഞാൻ പഠിച്ചു വെച്ച എന്റെ ഗുരുനാഥന്മാർ എനിക്ക് പറഞ്ഞു തന്നത് നീല കൃഷ്ണമണി
മണിയുള്ള കണ്ണുള്ള ആളുകൾ വളരെ മോശ സ്വഭാവമാണ്, അവരെ വിശ്വസിക്കാൻ കഴിയില്ലെന്നാണല്ലോ. പിന്നെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ കാണിച്ചത്? അപ്പൊ അതിലെന്തോ ഒരു സത്യം ഉണ്ടല്ലോ. ഞാൻ പഠിച്ചത് തെറ്റാണോ, അതല്ല ഈ മനുഷ്യൻ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്നറിയാൻ വേണ്ടി ഷാഫി ഇമാം പോവാൻ. പിറ്റേന്ന് രാവിലെ ഒരു പ്രശ്നമില്ല, നല്ല അതിഥി സൽക്കാരങ്ങൾ, ഭക്ഷണങ്ങൾ, റൂമുകളൊക്കെ നൽകി. രാവിലെ പോകാൻ പോയപ്പോ ഷാഫി ഇമാം പറഞ്ഞു, നിങ്ങൾ കഴിയുമെങ്കിൽ മക്കയിൽ വരികയാണെങ്കിൽ എന്നെ വന്ന് കാണണം, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ അവിടെ ചെയ്തു തരാം. നിങ്ങൾ മക്കയിൽ വരികയാണെങ്കിൽ എനിക്ക് ചെയ്തെന്ന ഈ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ ചെയ്തു തരാം, എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. ഉടനടി ഈ മനുഷ്യൻ പറഞ്ഞു അത്രേ, ഞാൻ മക്കയിൽ വന്ന് നിന്നെ കാണണമെങ്കിൽ നിന്റെ വാപ്പാന്റെ അടിമ ഞാനായിരുന്നില്ലല്ലോ. അപ്പൊ ഷാഫിമാൻ ചിരിച്ചു. ഷാഫിമാനോട് പറഞ്ഞു, നിന്റെ വാപ്പയുടെ അടിമ ഞാനല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഞാൻ നിന്നെ വന്ന് കാണണേ? അപ്പൊ ഷാഫിമാൻ പറഞ്ഞു, അതാണ് ശരി, ഞാൻ പഠിച്ചു വെച്ച ഇൽമാണ് ശരി, നീ ഇത് പറയണം, ഇന്നലെ അത് പറയണമായിരുന്നു, ഇന്ന് നീ പറയുമെന്നറിയാം, അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് എന്തു വേണം? താമസിച്ചതിന്റെ റൂം വാടക, കഴിച്ച ഭക്ഷണത്തിന്റെ വാടക, ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ പൈസ എല്ലാം ഈ മനുഷ്യൻ ഷാഫി മാമിൽ നിന്ന് വാങ്ങിയെന്ന അനുഭവം ഷാഫി മാം രേഖപ്പെടുത്തുന്നു. കണ്ണിന് നീല കൃഷ്ണമണി വെക്കുന്നവർ, അതുപോലെ പൂച്ചക്കണ്ണ്, എല്ലാം അങ്ങനെ നല്ല അങ്ങനെ ലെൻസുകൾ വെച്ച് നമ്മൾ അതിനെ പരിശ്രമിക്കുന്നവരാണ്. ആ കണ്ണിന്റെ കൃഷ്ണമണികൾക്ക് നിറവ്യത്യാസമുള്ളവർ മോശ സ്വഭാവമുള്ളവരാണെന്ന് ഷാഫി മാം രേഖപ്പെടുത്തുന്നതായി ഹദീസ് കിതാബുകൾ, ചരിത്രങ്ങൾ കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൊണ്ട്, കണ്ണ് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അലൻ നജഅൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകളെ അല്ലാഹു തന്നിട്ടില്ല എന്നാണ് ഖുർആന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന അനുഗ്രഹമാണ്. ഈ കണ്ണുകൊണ്ട് മരിക്കുമ്പോൾ അള്ളാന്റെ സ്വർഗം കാണാൻ കഴിയണം, ഇല്ലേ? നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അസറായിലും സംഗമം കടന്നു വരുമ്പോൾ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, നമ്മളോട് സലാം പറയണം അസറായിൽ. അങ്ങനെ ഈമാനോടെ മരിക്കാൻ കഴിയണം. അങ്ങനെ മരിക്കുമ്പോൾ അല്ലാ തഖാഫു വലാ തഹ്സൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അല്ലാ തഖാഫു വലാ തഹ്സൻ, നിങ്ങൾ കരയരുത്, സങ്കടപ്പെടല്, അബിശ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കണ്ട് മരിക്കാൻ നിങ്ങൾ കഴിയും. ആ സ്വർഗം കണ്ട് മരിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. എപ്പോ ദുആ ചെയ്താലും ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് പ്രാർത്ഥന? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർലി ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർലി ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് പടച്ചവൻ, ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കാർക്ക് നീയല്ലാതെ മറ്റൊരാളില്ല, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണം, ദുനൂബി, എന്റെ പാപങ്ങളെ, യാ ദൽ ജലാലി വൽ ഇക്റാം, പടച്ചവനെ നീയാണ് ഉന്നതനും മഹോന്നതനും നീയാണ്. ഈ പ്രാർത്ഥന അധികമാക്കുന്നവർക്ക് സ്വർഗം കണ്ട് മരിക്കാം എന്ന് നബിയുനാ റസൂലുള്ളാഹി എന്ന് കരുതി ഈ പ്രാർത്ഥന മാത്രം കൊണ്ട് സ്വർഗം കിട്ടുമെന്നല്ല, നിസ്കാരവും വിബാദത്തും പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുന്നവർക്കൊക്കെ അതോടൊപ്പം ഇതും കൂടി ചേർത്ത് പിടിച്ചാൽ സ്വർഗം കണ്ട് മരിക്കാമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. മരിക്കുന്നതുവരെ കണ്ണിന്റെ കാഴ്ച നിലനിൽക്കുന്നവരാകാൻ അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ തന്നെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം എന്നൊരു യൂട്യൂബ് ചാനൽ. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ചരിത്രമാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാടിയും പറഞ്ഞും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന മഹാനായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു. ബദറിൻ തീരം എന്നാണ് മജ്ലിസിന്റെ പേര്. രാത്രി 9 മണിക്കാണ് മജ്ലിസ്. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.